നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് വ്യവസായം ദിനംപ്രതി എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2022 അവസാനമായിട്ട് ഇവിടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. 2022 മെയ് മാസം. അതിനുശേഷം സംസ്ഥാന സർക്കാർ ഡീസലിന്റെ സെസ് 2 രൂപ ഏർപ്പെടുത്തിയിരുന്നു. ഈ 2022 ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ മിനിമം ചാർജ് 10 രൂപയാക്കുന്നതോടൊപ്പം തന്നെ ഈ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഈ വ്യവസായത്തിൽ കയറുന്ന യാത്രക്കാരുടെ മഹാഭൂരിപക്ഷം വിദ്യാർത്ഥികളാണ്. അവരുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ ഒരു വർദ്ധനവ് അനിവാര്യമാണെന്നും അത് മിനിമം 5 രൂപയെങ്കിലും ആക്കണമെന്നും നിലവിലെ നിരക്കിന്റെ 50% ആക്കണമെന്നും ആ റിപ്പോർട്ടിൽ അടിവരയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ആ റിപ്പോർട്ടിലെ പ്രധാന ഭാഗം ഈ പ്രധാനപ്പെട്ട യാത്രക്കാർ കയറുന്ന ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് സാധാരണ യാത്രക്കാരുടെ യാത്രാ ചാർജ് മാത്രമാണ് സർക്കാർ നിശ്ചയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കണ്ടിരുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഉടമ സംഘടനകളും സംയുക്തമായിട്ട് ഒരു നോട്ടീസ് നൽകി നവംബർ മാസം മുതൽ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു സമര പ്രഖ്യാപനം നടത്തിയിരുന്നു. നവംബറിലാണത്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനയോടൊപ്പം തന്നെ അന്ന് സംസ്ഥാനത്ത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന 140 കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഏകപക്ഷീയമായി ഏറ്റെടുത്തുകൊണ്ട് അത് KSRTCക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി 140 കിലോമീറ്റർ അധികം വരുന്ന ബസ്സുകളൊക്കെ KSRTC മാത്രമേ ഓടാൻ പാടുള്ളൂ, സ്വകാര്യ ബസ്സുകളൊന്നും ഓടണ്ട എന്നാണ് തീരുമാനം. സ്വകാര്യ ബസ്സുകളൊക്കെ എല്ലാം ഓർഡിനറി ആയിട്ട് സർവീസ് നടത്തുന്നതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൺട്രോൾ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ 140 കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകൾ. ആ പെർമിറ്റുകളെ ഏകപക്ഷീയമായി നിരോധിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ ഇനി സ്വകാര്യ ബസ്സുകൾക്കില്ല, അവരെല്ലാം ഇനി ഓർഡിനറി ആയിട്ട് ഓടിയാൽ മതി എന്നുള്ള തീരുമാനം അന്ന് സർക്കാർ എടുത്തിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് മന്ത്രി സമീപിച്ചപ്പോൾ ഈ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് മാത്രം ആധാരമാക്കിയിട്ട് വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അതിന് ഞങ്ങൾ മറ്റൊരു കമ്മീഷനെ വെക്കുകയാണ്. അത് പ്ലാനിംഗ് ബോർഡ് അംഗം രവിരാമൻ എന്ന ആളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മീഷനെ വെച്ചു. അപ്പൊ ഞങ്ങളപ്പോൾ പറഞ്ഞപ്പോൾ സർക്കാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളത് ഒരു നല്ല മൂവ്മെന്റ് ആണെന്ന് കണക്കൂട്ടിക്കൊണ്ട് ഞങ്ങളത് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷനെ വെക്കാൻ ഗവൺമെന്റിന് വൈകിയപ്പോൾ ഞങ്ങൾ വീണ്ടും ചെന്ന് കണ്ടു. സമയബന്ധിതമായിട്ട് കമ്മീഷനെ വെച്ച് നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ 6 മാസം കാലാവധി വെച്ചിട്ട് 2023 ഓഗസ്റ്റ് മാസം ജൂലൈ മാസം ഒരു കമ്മീഷൻ നിയോഗിച്ചു. 2022 ജൂലൈ മാസമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ അതിനുശേഷം ഞങ്ങള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമരം നടത്തി. ഈ സമരത്തിന്റെ ഇടയിൽ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, ഈ 140 കിലോമീറ്റർ വരുന്ന ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്, 200-ൽ താഴെ ബസ്സുകളേ ഉള്ളൂ, ആ വിഷയം നമുക്ക് പരിഹരിക്കാം. അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ കാര്യം നിലവിലോടുന്നവരെ നമ്മളത് ബുദ്ധിമുട്ടിക്കാതെ തുടരാം. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധനയുടെ കാര്യം കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനടി നടപ്പിലാക്കാം എന്ന് നമുക്ക് വാക്ക് തന്നാണ്. അന്ന് ഈ നവകേരള സാഹസമൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജനുവരി 1 മുമ്പ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്നാണ് അന്നത്തെ മന്ത്രി ഞങ്ങളോട് പറഞ്ഞത്. നിർഭാഗ്യവശാൽ ജനുവരി ആയപ്പോഴേക്ക് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നു. പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ പലതവണ ഈ വിഷയം എടുത്തിട്ട് അദ്ദേഹത്തിന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ ഞാൻ അനൗദ്യോഗികമായി കണ്ടു, പക്ഷേ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായ റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ എനിക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. റിപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടിലാണ് നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന 60% വരുന്ന യാത്രക്കാരുടെ യാത്രാ നിരക്ക് വർദ്ധനവ് കഴിഞ്ഞ 2011 അവസാനമായി വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഈ ബസ്സുകളിലെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സർക്കാർ നിയോഗിച്ച മുഴുവൻ കമ്മീഷനുകളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തു.
ബസ്സുകളുടെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഞങ്ങളുടെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന് സംസ്ഥാന സമിതി യോഗം ചേർന്നു. അപ്പോൾ ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ എല്ലാ വിഷയങ്ങളും ഒരു ചർച്ച ചെയ്യണമെങ്കിൽ പോലും ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ബസ് ഉടമ സംഘടനകളുമായിട്ട് ഞങ്ങൾ സംസ്ഥാനത്തിൽ അതിൻ്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാരവാഹികളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് ഇന്ന് ഞങ്ങളുടെ ഈ സംസ്ഥാന സമിതി യോഗം എടുത്തിട്ടുള്ളത്. അതിന്റെ ഡേറ്റോ തീയതിയും കാര്യങ്ങളും ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിഷയം എന്തായാലും നേരിട്ട് മന്ത്രിയെ കണ്ട് ഞങ്ങൾ പറയും. മറ്റു സംഘടനകളുമായി ചർച്ച ചെയ്യും. അതിനുശേഷം ബസ്സുകൾ നിർത്തിവെക്കാൻ ഞങ്ങൾ നിർബന്ധിതരായാൽ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത സ്ഥിതി വന്നാൽ ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും എന്നാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകമായിട്ടിവിടെ പറയാനുള്ളത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന 140 കിലോമീറ്റർ കിട്ടുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി തുടർന്ന് ഓടാനും ലിഫ്റ്റ് സ്റ്റോപ്പ് ബസ്സുകൾ അതേപടി നിലനിർത്താനുമുള്ള ഞങ്ങളുടെ 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ജില്ലകളിൽ ഞങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് നീണ്ടു നിൽക്കുന്ന ധർണകൾ നടത്താൻ ഞങ്ങൾ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ വ്യാപകമായിട്ടുള്ള ഈ പാരലൽ സർവീസുകളുടെ ആധിക്യം ഞങ്ങൾ സ്വകാര്യ ബസ്സുകളെ വല്ലാതെ ബാധിക്കുന്ന വിഷയമാണ്. പിന്നെ വലിയൊരു ഭീഷണി ഇപ്പം ഞങ്ങൾക്ക് RT ഓഫീസുകളിൽ ഞങ്ങളുടെ സേവനങ്ങൾ RT ഓഫീസുകളിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും RT ഓഫീസിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഈ കമ്പ്യൂട്ടറൈസേഷന് ശേഷം നമ്മൾ ഈ വാഹൻ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. RT ഓഫീസിൽ ഞങ്ങളുടെ പ്രയാസങ്ങൾ ആവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി തരണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രക്ഷോഭത്തിൽ ചെയ്യുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് തീരുമാനിച്ചത്. ഉടനടി മന്ത്രി കാണും. ഇപ്പൊ നിയമസഭയുടെ തിരക്കൊക്കെ ആണ് അദ്ദേഹത്തിന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഉടനടി അദ്ദേഹത്തെ വീണ്ടും കാണും. ഞാൻ കഴിഞ്ഞ 20-ാം തീയതി അദ്ദേഹത്തിനെ കണ്ടിരുന്നു. വീണ്ടും ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കാണും. ഞങ്ങൾ സമരത്തിന്റെ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. ദിവസേന ബസ്സുകളുടെ എണ്ണം കുറയാം. ആ വിധികൾ ഇന്ന് വരേക്കും സർക്കാർ നടപ്പിലാക്കി തന്നിട്ടില്ല. സമാന്തര സർവീസിലാണ് യാത്രക്കാർ പോകുന്നത്. വിദ്യാർത്ഥികൾ മാത്രമാണ് സ്വകാര്യ ബസ്സുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭീമമായ നഷ്ടം വരുന്നത്. ഓൺലൈനാക്കാൻ തീരുമാനിച്ചു KSRTCയിലെ. അപ്പോൾ ഈ ഓൺലൈനാക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് പല കുട്ടികളും ഇപ്പോൾ കൺസൾട്ടന്റ് കാർഡൊക്കെ ചെല്ലുമ്പോൾ 100 കൊറീസൊക്കെ വരുന്നത് ഇപ്പോൾ കേട്ടത്. അപേക്ഷകളൊക്കെ ഇവിടെ തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ 500 അപേക്ഷ കൊടുത്തതിൽ 170 മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചിരിക്കുക. ബാക്കി ഈ കുട്ടികളെ മുഴുവൻ ഇവിടെ 45,000 കൺസൾട്ടന്റ് കാർഡാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഈ ജില്ലയിൽ RT ചെയ്തത്. ഇതിന് പുറമെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും കാർഡ് കൊടുത്തിട്ടില്ല. അതിന് പുറമെയാണ് ഈ 45,000 കാർഡ് ചെയ്തത്. അപ്പോൾ ഈ കാർഡിനെയും കുട്ടികളും ഞങ്ങളുടെ ബസ്സുകളിലാണ് കയറുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൺസൾട്ടന്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക.